മഴത്തോരു മുൻപ് എന്ന മനോഹരമായ പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് കടപ്പാട്ടൂരെ വീട് വിട്ട് അലീന കുളത്തുപുഴയിൽ ആരുടെയോ വീട്ടിലേക്ക് പോയി എന്നുള്ള വാർത്ത പറയുവാൻ വേണ്ടി രോഹിത് രേവതിക്കുട്ടിയെ ഫോണിൽ വിളിക്കുന്ന രംഗത്തോടു കൂടിയാണ്. സത്യത്തിൽ അലീന പോയത് രേവതിക്കുട്ടി പോലും അറിയാതെയായിരുന്നു. അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ വായിൽ നിന്നും ആ വാക്കുകൾ കേൾക്കുമ്പോൾ രേവതിക്കുട്ടി അമ്പരപ്പോടും അവിശ്വസനീയതയോടും കൂടിയാണ് അതിനോട് പ്രതികരിച്ചത്. കൂടാതെ അലീന കടപ്പാട്ടൂരെ വീട് വിട്ടുപോയി എന്നുള്ള വാർത്ത വൈജയന്തി അറിയുകയും ആ നിമിഷം തന്നെ അവർ കടപ്പാട്ടൂരെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നു. തുടർന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കാണുവാൻ പോകുന്നത്. ആ വിവരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും എല്ലാറ്റിലും ഉപരിയായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. അത്താഴം കഴിഞ്ഞ് ഗ്രേസമ്മയോടൊപ്പം രേവതിക്കുട്ടി സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെൽഫോണും പൊക്കി പിടിച്ചുകൊണ്ട് മാമച്ചൻ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കുക, നിന്റെ നല്ലടി ഈ കുന്ത്രാണ്ടം? അപ്പോഴേക്കും രേവതിക്കുട്ടി മാമച്ചനോട് തട്ടിക്കയറുകയാണ്. അതെ അതെ, എന്നാ പറ്റിയിപ്പോ? ഇത്രയും ചോദിച്ചിട്ട് രേവതിക്കുട്ടി മാമച്ചന്റെ കയ്യിൽ നിന്നും ആ സെൽഫോൺ നിമിഷ നേരങ്ങൾ കൊണ്ട് ബലാത്കാരമായി കൈക്കലാക്കി. അപ്പോൾ മാമച്ചൻ പറയുകയാണ്, കുറെ നേരമായിട്ട് ഇത് ലോബിയിലെ മേശപ്പുറത്ത് കിടന്ന അനാഥ കുഞ്ഞിനെ പോലെ നിലവിളിക്കുകയാണ്. ആര് കേൾക്കാൻ? ഇതിന്റെ അമ്മയാണെങ്കിൽ ഇവിടെ ഹോം തിയേറ്ററിൽ സിനിമയും കണ്ട് സ്ഥലകാലബോധമില്ലാതെ ഇരിക്കുകയുമാണ്. പെട്ടെന്ന് രേവതിക്കുട്ടി, അയ്യോ ഞാൻ കേട്ടില്ലെങ്കിലേ, കോള് വന്നായിരുന്നോ? ആരാ വിളിച്ചേ? നീ ടി വിയുടെ വോള്യം കുറെ കൂടെ കൂട്ടി വെക്കടി, അപ്പോൾ ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കേൾക്കാൻ കഴിയും. രേവതിക്കുട്ടി മറുപടി ഒന്നും പറയാതെ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ 5 മിസ്ഡ് കോള്. നമ്പർ ആരുടേതാണെന്ന് നോക്കിയപ്പോൾ രോഹിത്തേട്ടൻ എന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ വിസ്മയം കൊണ്ട് വികസിച്ചു. പെട്ടെന്ന് അവൾ പറയുകയാണ്, ആൻറ്റി ഞാൻ ഇപ്പോൾ വരാമേ. ഇത് പറഞ്ഞിട്ട് ഫോണുമായി രേവതിക്കുട്ടി ലോബിയുടെ അങ്ങേയറ്റത്തേക്ക് പോയി. വീണ്ടും മൊബൈൽ ഫോണിൽ കോളർ ട്യൂൺ കേട്ടു തുടങ്ങി. രോഹിത്തേട്ടൻ്റെ 6ാമത്തെ കോൾ. ജനാലയ്ക്ക് അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് രേവതി മൊബൈൽ ഫോൺ കാതോട് ചേർത്ത് പിടിച്ച് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ വീരൻ, ഗുഡ് ഈവനിങ്. മറുവശത്ത് പ്രതികരണമൊന്നുമില്ല. ഹലോ വീര, ഞാനാ രേവതിക്കുട്ടി. എന്നിട്ടും മറുപടിയില്ല. ഹലോ ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്, ഹലോ ഹലോ ഹലോ. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം രേവതി ചോദിക്കുകയാണ്, ആള് പിണങ്ങിയോ? സാധാരണ വീര എന്ന് വിളിച്ചാൽ അടുത്ത നിമിഷം തന്നെ പോടി മരംകൊത്തി എന്ന അട്ടഹാസമാണ് മറുപടി. എന്നാൽ ഇപ്പോൾ മിണ്ടാട്ടമില്ല. രേവതിക്കുട്ടിക്ക് സംശയമായി. രോഹിത്തേട്ടാ എന്താ മിണ്ടാത്തേ? അതിന് രോഹിത് പ്രതികരിച്ചു, വളരെ ശബ്ദം താഴ്ത്തി ഒറ്റ വാക്കിൽ, അലീന ചേച്ചി പോയി. അത് കേട്ട് രേവതിക്കുട്ടി നടുങ്ങി തരിച്ചുപോയി. അലീന ചേച്ചി പോയെന്നോ? എങ്ങോട്ടാ രോഹിത്തേട്ടാ പോയേ? എനിക്കൊരു സ്ഥലപ്പേര് മാത്രമേ അറിയൂ, കുളത്തുപുഴ. രോഹിത്തേട്ടൻ എന്തായി പറയുന്നേ? രോഹിത്തേട്ടന് പോലും അറിയില്ലേ അലീന ചേച്ചി എങ്ങോട്ടാ പോയെന്ന്? അച്ഛനാ കൊണ്ടുവിട്ടത്. അച്ഛൻ വേറൊന്നും പറഞ്ഞില്ല. അച്ഛനോട് ചോദിച്ചാൽ പറയില്ലേ? അച്ഛൻ ഇതെല്ലാം രഹസ്യമായിട്ടാ ചെയ്തിരിക്കുന്നത്, അവിടെ ചെന്ന് അലീന ചേച്ചിയെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ. അയ്യോ, അലീന ചേച്ചി എന്നെ വിളിച്ചു പോലും പറഞ്ഞിട്ടില്ലല്ലോ എങ്ങോട്ടാ പോണേന്ന്. അലീന ചേച്ചിക്കും അറിയില്ലായിരുന്നു ആരുടെ അടുത്തേക്കാണെന്നോ എന്ത് ജോലിയാണെന്നോ ഒന്നും. അല്ല, അലീന ചേച്ചിയെ വിളിക്കാൻ നമ്പർ എന്തെങ്കിലും ഉണ്ടോ രോഹിത്തേട്ടൻ്റെ കയ്യിൽ? അങ്ങോട്ട് വിളിക്കണ്ട. നാളെ രേവതിക്കുട്ടിയെ അലീന ചേച്ചി വിളിച്ചിട്ട് എല്ലാ കാര്യവും ഇങ്ങോട്ട് പറഞ്ഞോളാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ വിളിക്കാമെന്നോ? അതെന്താ നാളെ? അതൊന്നും എനിക്കറിയില്ല. അലീന ചേച്ചി ചെന്നുപെട്ടിരിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് ആർക്കറിയാം? രോഹിത്തേട്ടൻ്റെ അച്ഛനല്ലേ കൊണ്ടുവിട്ടത്, അപ്പോൾ പിന്നെ ഒരു കുഴപ്പവും വരില്ലായിരിക്കും. മറുവശത്ത് അതിന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഒരു ദീർഘനിശ്വാസം മാത്രം. അല്പനിമിഷത്തെ മൗനത്തിന് ശേഷം വീണ്ടും രേവതിക്കുട്ടി വിളിക്കുകയാണ്, രോഹിത്തേട്ടാ. രോഹിത്തേട്ടന് വലിയ വിഷമമായല്ലേ അലീന ചേച്ചി പോയത്? ഇത്ര പെട്ടെന്ന് പോകുമെന്നൊന്നും ഞങ്ങളാരും വിചാരിച്ചിരുന്നില്ലല്ലോ. അലീന ചേച്ചി കൂടെയുള്ളത് വലിയൊരു ധൈര്യമായിരുന്നു എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും. അച്ഛന് പോലും അലീന ചേച്ചി പോയപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലായത്. അവൻ്റെ മനസ്സിൻ്റെ വിങ്ങലും വേദനയും ആ സ്വരത്തിൽ രേവതിക്കുട്ടി തിരിച്ചറിഞ്ഞു. അപ്പോൾ അവൾ പറയുകയാണ്, സാരമില്ല രോഹിത്തേട്ടാ, എല്ലാം ശരിയാവും. അല്ല, അലീന ചേച്ചി പോയതിലല്ല വിഷമം. ചേച്ചി ഞങ്ങൾക്ക് തന്ന സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കുറച്ച് സമയമല്ലേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഞങ്ങളെല്ലാവരും സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളെ വിട്ടങ്ങ് പൊയ്ക്കളഞ്ഞില്ലേ. പൊട്ടിപ്പോയ ഒരു തേങ്ങലിൻ്റെ ചീള് രേവതിക്കുട്ടിയുടെ കാതിൽ വന്നു വീണു. പെട്ടെന്ന് രേവതി പറയുകയാണ്, അയ്യേ, ഈ രോഹിത്തേട്ടൻ ഇത്രയ്ക്ക് തൊട്ടാവാടിയാ? സാരമില്ലെന്ന് പറഞ്ഞില്ലേ, അലീന ചേച്ചി പോയാലും തിരിച്ചു വരും. അല്പസമയത്തേക്ക് പ്രതികരണമൊന്നുമില്ല. രോഹിത്തേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഭംഗിവാക്കല്ലേ രേവതിക്കുട്ടി. അലീന ചേച്ചി ഇനി ശരിക്കും തിരിച്ചു വരുമോ? വരും. എന്താ സംശയം രോഹിത്തേട്ടന്? അലീന ചേച്ചിക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും കൂടി ഒരു ദിവസം ഒന്നിച്ചു ചെന്ന് വിളിച്ചോണ്ടെങ്കിൽ പോരും. രോഹിത് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ രേവതി വീണ്ടും പറയുകയാണ്,
ഇതുപോലൊരു സങ്കടമായിരുന്നു അലീന ചേച്ചിയെ പിരിഞ്ഞപ്പോൾ എനിക്കും. ഓർമ്മ വെച്ച നാൾ മുതൽ ഒന്നിച്ച് ജീവിച്ച ശേഷമാണെന്ന് ഓർക്കണം. എന്നിട്ടും ഞാൻ സഹിച്ചില്ലേ? പിരിഞ്ഞെങ്കിലും അലീന ചേച്ചി എനിക്ക് നഷ്ടപ്പെട്ടോ? ഇല്ലല്ലോ. നമ്മൾ എപ്പോൾ വിളിച്ചാലും ഓടി വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. പിന്നെന്തിനാ വിഷമിക്കുന്നേ? രേവതി അത് പറയുമ്പോൾ മറുതലയ്ക്കൽ ഒരു ചെറു ചിരിയുടെ അല മൃദുവായി കേട്ടിട്ട് രേവതിക്കുട്ടി വിസ്മയിച്ചു. അവൾ ചോദിക്കുക, എന്തിനാ ചിരിച്ചേ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര പെട്ടെന്ന് ഇയാളുടെ ശബ്ദവും ടോണും ഒക്കെ മാറിയത്. ശരിക്കും അലീന ചേച്ചി സംസാരിക്കുന്നത് പോലെ തന്നെ. വാക്കുകൾക്ക് അതേ കുളിർമ, സ്വരത്തിന് അതേ ശാന്തത. തൊട്ടടുത്തിരുന്ന് പറയുന്നത് പോലെ. ഇങ്ങനെ സംസാരിക്കാനും ഇയാൾക്ക് അറിയാം അല്ലേ? ആഹാ, പിന്നെ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചേ? ഞാനൊരു തെറിച്ച പെണ്ണാണെന്നോ? ഏയ്, അങ്ങനെയൊന്നുമല്ല. എപ്പോഴും തെറിച്ചുകൊണ്ടിരിക്കുന്നൊരു പെണ്ണ്, ഒരു റബ്ബർ ബോള്. അയ്യട മോനെ, ഞാനുണ്ടല്ലോ അലീന ചേച്ചിയുടെ ഡ്യൂപ്പാണ്. അലീന ചേച്ചിയെ കണ്ടു പഠിച്ചാ ഞാൻ വളർന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇത്തിരി തുള്ളിച്ചാടുന്നുണ്ടെങ്കിൽ അത് അങ്കിളും ആൻറ്റിയും കൂടി എനിക്ക് തരുന്ന സന്തോഷം കൊണ്ടാ. അതിന് രോഹിത്ത്, എന്തായാലും നിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വിഷമം കുറച്ചൊക്കെ പോയതുപോലെയായി. ശരി. രോഹിത്തേട്ടൻ ഭക്ഷണം കഴിച്ചോ? ആ, കഴിച്ചു. വയറ് നിറഞ്ഞോ? ഒരുമാതിരി നിറഞ്ഞു. ആ, ഒരുമാതിരിയൊക്കെ മതിയെന്നേ. എന്നാൽ ഇനിയിപ്പോൾ പോയി മോൻ കിടന്നുറങ്ങാൻ നോക്ക്. വേണമെങ്കിൽ ഞാനൊരു താരാട്ട് മൂളിത്തരാം. അത് ശരി, താരാട്ട് മൂളാമെന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ, മൂളിത്തരണം. അതിനെന്താ, മൂളാലോ. ഏത് പാട്ടാണ് ഇപ്പോൾ പൊന്നുമോന് കേൾക്കേണ്ടത്? മോനിപ്പോൾ എന്ത് ചെയ്യണു? മുട്ടിലിഴയാണോ, പിച്ച വെക്കുകയാണോ, അതോ ബലൂൺ വീർപ്പിക്കുകയാണോ? രോഹിത്തിൻ്റെ പൊട്ടിച്ചിരി ഫോണിലൂടെ അവൾ കേട്ടു. പോടി മരംകുത്തി. രോഹിത്ത് അവൻ്റെ മൂഡിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, നാളെ വിളിക്കാം. ഇത് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. തുടർന്ന് രേവതിക്കുട്ടി ഗ്രേസമ്മ ഇരിക്കുന്നിടത്തേക്ക് തിടുക്കത്തിൽ ചെന്നു. എന്നിട്ട് ചോദിക്കുക, അങ്കിൾ എന്തി ആൻറ്റി? ഗ്രേസമ്മ മുഖം തിരിച്ച് വിസ്മയത്തോടെ അവളെ ഒന്ന് നോക്കി. അങ്കിളേ. തുടർന്ന് രേവതി റിമോട്ട് എടുത്ത് ടിവിയുടെ വോളിയം കുറച്ച് താഴ്ത്തി വെച്ചു. അപ്പോൾ മാമച്ചൻ കഷണ്ടിത്തല മുറിയുടെ പുറത്തേക്കിട്ടിട്ട്, എന്തിനാടി എന്നെ ഇപ്പോൾ വിളിച്ചത്? ആ അങ്കിളെ, അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയി. ആ വീട്ടിൽ നിന്ന് പോയെന്നോ? എങ്ങോട്ട്? ഗ്രേസമ്മയും മാമച്ചനും അന്തം വിട്ടു നിൽക്കുകയാണ്. മാമച്ചൻ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു. രേവതിക്കുട്ടി താൻ അറിഞ്ഞെടുത്തോളമുള്ള വിവരങ്ങൾ അവരോട് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയുക, എന്നാലും അതെന്തൊരു പോക്കായിപ്പോയി. സാരമില്ല ആൻറ്റി, നാളെ അലീന ചേച്ചി വിളിക്കും ഇങ്ങോട്ട്, അപ്പോൾ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. ഗ്രേസമ്മയ്ക്ക് സംശയം തീരുന്നില്ല. അവർ വീണ്ടും ചോദിക്കുകയാണ്, അല്ല, ഈ കുളത്തുപ്പുഴ എന്ന് പറയുന്ന സ്ഥലം അതെവിടെയാ? അത് പുനലൂരിനപ്പുറം ആൻറ്റി. അഞ്ചൽ വഴിയാ പോകുന്നതെന്ന് എനിക്കറിയാം. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് ബ്രിജിത്ത മമ്മിയുടെ കൂടെ. എന്ന് വെച്ച് എനിക്കവിടെ അങ്ങനെ പരിചയമൊന്നുമില്ല കേട്ടോ. അവിടെ ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ പോയതാണ്. പുനലൂരുമുണ്ട് ഒരു ഓർഫനേജ്. അഞ്ചലിലുണ്ടായിരുന്നത് ആരും നോക്കാനില്ലാതെ കുറച്ചു കഴിഞ്ഞപ്പോൾ പൂട്ടിപ്പോയി. അതുവരെ മൗനമായി നിന്ന മാമച്ചൻ അപ്പോൾ പറയുകയാണ്, ആരോടും പറയാതെ പോയെങ്കിൽ അതിലെന്തോ സംഗതി ഉണ്ടല്ലോ. ആ, എന്തായാലും നാളെ അറിയാമല്ലോ അങ്കിളെ. നാളെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിറ്റേന്ന് രാവിലെ രേവതിക്കുട്ടി മാമച്ചനുള്ള കാപ്പി എടുത്തുകൊണ്ട് സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ അവളുടെ സെൽഫോൺ ശബ്ദിച്ചു. മോർണിംഗ് വാക്ക് കഴിഞ്ഞു വന്നാൽ മാമച്ചൻ സിറ്റൗട്ടിലിരുന്ന് പത്രം വായിക്കുന്നത് പതിവാണ്. അങ്കിളെ, ഇതൊന്ന് പിടിച്ചേ, ദേ അലീന ചേച്ചിയാ വിളിക്കുന്നത്. കപ്പും സോസറും മാമച്ചൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അവൾ ഓടി ഡൈനിങ് റൂമിൽ വന്നപ്പോഴേക്കും സെൽഫോണിലെ പാട്ട് നിലച്ചു. അവളത് കയ്യിലെടുത്തു. നമ്പർ നോക്കുമ്പോൾ വീണ്ടും കോള് വന്നു. രേവതിക്കുട്ടി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ഹലോ, നീ എവിടാ മോളെ? മറുതലയ്ക്കൽ നിന്നും സ്നേഹലോലമായ ആ ശബ്ദം കേട്ടപ്പോഴേക്കും രേവതിക്കുട്ടി ചോദിക്കുകയാണ്, അയ്യോ അലീന ചേച്ചി, ഞാൻ മാമച്ചൻ അങ്കിളിന് കാപ്പി കൊടുക്കുകയായിരുന്നു. കാലത്ത് എഴുന്നേറ്റപ്പം മുതൽ ഞാൻ ഈ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുക. ഇപ്പം അലീന ചേച്ചി വിളിക്കും, ഇപ്പം വിളിക്കും എന്ന് വിചാരിച്ച്. എന്നിട്ടോ ഞാനത് താഴോട്ടൊന്ന് വെച്ചതേ ഉള്ളൂ, അപ്പോൾ വിളി വന്നു. ആ, അത് ശരി. ഇന്നലെ രോഹിത്ത് വിളിച്ചായിരുന്നു മോളെ? ആ, വിളിച്ചു. ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയത് പോലുമില്ല ചേച്ചി. അലീന ചേച്ചി ഇപ്പം എവിടെയാണ്? കുളത്തുപുഴ. അതറിയാം. കുളത്തുപുഴ എവിടെയാണെന്ന് പറ. ഞാൻ ഒരു ബെഡിൽ ഇങ്ങനെ ചാരി കിടക്കുകയാണിപ്പോൾ. അല്ല, എഴുന്നേറ്റില്ലേ? രാവിലെ എണീറ്റു. പല്ലുതേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ബെഡ് കോഫി റെഡി. അത് ആൻ്റപ്പൻ ചേട്ടൻ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുണ്ട്. അത് പാതി കുടിച്ചിട്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിക്കുന്നത്. ഓ ശരി. അലീന ചേച്ചി ഞങ്ങളോട് ആരോടും പറയാണ്ട് പോയതിൻ്റെ ശിക്ഷ അത് പുറകെ വരുന്നുണ്ട്. പറ വേഗം പറ. എവിടെ, ആരാ, എന്താ, എങ്ങനെയാ? മോളെ, ഞാനിവിടെ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒരു പഴയ ബംഗ്ലാവിൽ AC-യും ഫാനും TV-യും സോഫയും മേശയും അലമാരയും കസേരയും സെറ്റിയും എല്ലാമുള്ള ഒരു വലിയ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ ഒരത്ഭുത മാളികയിൽ അകപ്പെട്ടതുപോലെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് കിടക്കുകയാണ്. എൻ്റെ അലീന ചേച്ചി, ഞാനൊരു അടി അങ്ങോട്ട് വെച്ച് തരും. ഇത് എന്തോന്ന് കടങ്കഥയോ? മനുഷ്യനെ ഇങ്ങനെ മുള്ളിന്മേൽ നിർത്താതെ ഒന്ന് പറയുന്നുണ്ടോ കാര്യം തെളിച്ച്?
എൻ്റെ മോളെ, ഞാനിപ്പോൾ ഒരുതരം വീട്ടുതടങ്കലിലാണ്. ഒരു റിട്ടയർഡ് കേണലാണ് ഇവിടുത്തെ ഭരണാധികാരി. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചാൽ മതിയെന്നും പറഞ്ഞ് അച്ഛനാ എന്നെ ഇവിടെ എത്തിച്ചു തന്നത്. കൊള്ളാം. അതെന്തിനാ അങ്കിള് ചേച്ചിയെ അവിടെ കൊണ്ടുവന്ന് വിട്ടത്? നീ ഒരു റിട്ടയർഡ് മേജറുടെ വീട്ടിലല്ലേ താമസം? അതിനേക്കാളും കൂടിയ റാങ്കിലുള്ള ഒരാളുടെ വീട്ടിൽ എന്നെ നിർത്തിയേക്കാമെന്ന് അച്ഛൻ ഒരുപക്ഷെ വിചാരിച്ചു കാണും. എനിക്കല്ലേ നിന്നേക്കാൾ സീനിയോറിറ്റി. അതനുസരിച്ച് അച്ഛൻ എനിക്ക് പ്രമോഷൻ തന്നതാ. ഓ, ഈ അലീന ചേച്ചി എന്നെ ദേഷ്യം പിടിപ്പിക്കും. ഈ കേണലെന്ന് പറഞ്ഞ ആരാ? എന്ത് ചെയ്യുക? ചേച്ചിക്ക് അവിടെ എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ചാൽ ഒരു ജോലിയുമില്ല മോളെ എനിക്കിവിടെ. ഈ കേണൽ ആരാണ് എന്ന് ഇന്നലെ വരണ വഴിക്ക് ഈ വീട് അടുക്കാറായപ്പോഴാ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത്. അതെയോ? ആരാ ചേച്ചി അദ്ദേഹം? രേവതിക്കുട്ടിക്ക് തിടുക്കമായത് കേൾക്കാൻ. എൻ്റെ സ്വന്തം അച്ഛനാ മോളെ. ചേച്ചി എന്താ ഏപ്രിൽ ഫുൾ കളിക്കുക? കണ്ടോ, ഇതാ ഞാൻ പറയാതിരുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു നിന്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതെന്ന്. എനിക്ക് വിശ്വാസമൊന്നും വന്നില്ല. ഇവിടെ വന്നപ്പോൾ റിട്ടയർഡ് കേണലും പറഞ്ഞു നീ എൻ്റെ മകളാണെന്ന്. പക്ഷേ എനിക്ക് ഇപ്പോഴും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കരയാനും പറ്റണില്ല, ചിരിക്കാനും പറ്റണില്ല. ഇപ്പോൾ ഒറ്റ സംശയമേ ഉള്ളൂ, ഞാൻ അലീന തന്നെയാണോ എന്ന്, അതോ ഇതൊരു ദുസ്വപ്നമാണോ എന്ന്. ഇത്രയും കേട്ടിട്ട് ഒറ്റ വാക്കിൽ രേവതിക്കുട്ടി എൻ്റെ ഈശ്വര എന്ന് മാത്രം പറഞ്ഞു നിർത്തി. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. മോളെ, നീ പോയോ? ആ, പോയി. ബോംബ് സ്ഫോടനത്തിൽ തെറിച്ചു പൊങ്ങിയിട്ട് നിലത്തോട്ട് വന്ന് കാല് കുത്തുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഒരു സംശയം, അലീന ചേച്ചി തന്നെയാണോ എന്നെ വിളിച്ചത്, അതോ ഇത് റോങ് നമ്പറാണോ എന്ന്. മോളെ, ഇപ്പം നിനക്ക് എൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലായല്ലോ? ഇല്ലില്ല, ഒന്നും മനസ്സിലായില്ല. ആദ്യം മുതൽ എല്ലാം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ പറ്റൂ. ശരി, നീ കേട്ടോ, ഞാൻ പറയാം. തുടർന്ന് കടപ്പാട്ടൂരെ വീട്ടിൽ നിന്നും കുളത്തുപുഴയിലേക്ക് പുറപ്പെടുന്നതിന് തലേ ദിവസം മുതലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി അലീന പറയുന്നത് മോളി കേട്ടുകൊണ്ട് രേവതിക്കുട്ടി ഹാളിലൂടെ നടന്നു. ഫോൺ സംഭാഷണം 1 മണിക്കൂറോളം ദീർഘിച്ചു. ഒടുവിൽ അലീനയുടെ ആവശ്യപ്രകാരം രേവതിക്കുട്ടി ഫോൺ മാമച്ചൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അലീന ചേച്ചിയാ, അങ്കിളിനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. മാമച്ചൻ ഫോൺ വാങ്ങി. അങ്കിളെ, പറയാതെ പോയതിന് സോറി. അങ്ങനത്തെ സാഹചര്യമായിരുന്നു, അതുകൊണ്ടാ. സോറി, പിണക്കമൊന്നും വിചാരിക്കല്ലേ. മാമച്ചൻ ഒരു പുഞ്ചിരിയോടുകൂടി. ഇല്ല മോളെ, നീ കാര്യം പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്കിള് ഞെട്ടരുത്. അത് ശരി മോളെ, ഞാനൊരു പട്ടാളക്കാരനല്ലേ, അത്ര പെട്ടെന്നൊന്നും ഞെട്ടൂല. അങ്കിളെ, ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്. അച്ഛനെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അച്ഛൻ, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. ഞെട്ടിയില്ലെങ്കിലും മാമച്ചൻ അത്ഭുത സ്തബ്ധനായിപ്പോയി. രേവതിക്കുട്ടി ഇതിനകം തന്നെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തിക്കഴിഞ്ഞിരുന്നു. അത്യധികമായ ആവേശത്തോടെ അവൾ അലീനയിൽ നിന്നും അറിഞ്ഞതെല്ലാം ഗ്രേസമ്മയോട് വിവരിച്ചു. ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴും മാമച്ചനും അലീനയും തമ്മിലുള്ള ഫോൺ സംഭാഷണം തീർന്നിരുന്നില്ല. ഗ്രേസമ്മയ്ക്കാണെങ്കിൽ അലീനയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ഒടുവിൽ മാമച്ചൻ ഗ്രേസമ്മയ്ക്ക് ഫോൺ കൈമാറി. ഗ്രേസമ്മയും അലീനയും തമ്മിലുള്ള സംഭാഷണം ബാറ്ററി ചാർജ് തീർന്നതോടെ മുറിഞ്ഞു. ഗ്രേസമ്മയ്ക്ക് അത്ഭുതവും സന്തോഷവും അടക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൾ എത്തേണ്ടടുത്ത് തന്നെ എത്തിയല്ലോ. അവർ നിറച്ചിരിയോടുകൂടിയാണത് പറഞ്ഞത്. ആ ബാലചന്ദ്രമേനോനെ സമ്മതിക്കണം. അവളുടെ സ്വന്തം അച്ഛനെ തെരഞ്ഞുപിടിച്ച് അവിടെ തന്നെ എത്തിച്ചു കൊടുത്തല്ലോ. ഈ സമയത്ത് മാമച്ചൻ ഇടം കൈ വെള്ളയിൽ വലം കൈ ചുരുട്ടി മൃദുവായി ഇടിച്ചുകൊണ്ട് ചിന്താധീനനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ, എന്താ മാമച്ചാൻ ആലോചിക്കുന്നേ? സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ആർമിയിൽ വെച്ചാണോ അതോ മറ്റെവിടെയെങ്കിലും വെച്ചാണോ? അപ്പോൾ ഗ്രേസമ്മ, ശരിയാണല്ലോ, ഞാനും അത് ഓർക്കുന്നു. അത് ശരി, നിനക്ക് ഓർമ്മയുണ്ടല്ലേ? മാമച്ചായ ഓർമ്മ വന്നിട്ട് പെട്ടെന്നങ്ങ് മാഞ്ഞു പോയതുപോലെ. ക്ലബിൽ വെച്ചോ മറ്റോ ആണോ മാമച്ചായ? എൻ്റെ പൊന്ന് ഗ്രേസമ്മേ, സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, വഴി തെറ്റിക്കല്ലേ. മാമച്ചൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഗ്രേസമ്മ കൊണ്ടുപിടിച്ചുള്ള ആലോചനയിലേക്ക് തന്നെ മുമ്പോട്ട് പോയി. എവിടെയോ കേട്ട് നല്ല പരിചയമുള്ള പേര്, സ്റ്റാൻലി ജോസഫ്. രേവതിക്കുട്ടി നഖം കടിച്ചുകൊണ്ട് ആകാംക്ഷയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. തുടർന്ന് മാമച്ചൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അങ്കിളിന് അങ്ങനെ ഒരാളിനെ ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും കണ്ടതായിട്ട്? കണ്ടതായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഇങ്ങനെയൊരു പേര്, അതും റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. അതെ, അങ്ങനെ തന്നെയാണ്. അത് പല തവണ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും ഒപ്പം രേവതിക്കുട്ടിയുടെയും നെഞ്ചിൽ ഒരു ചെറിയ പുകച്ചിൽ ആ സമയം മുതൽ ആരംഭിച്ചു. തുടർന്ന് കാണുന്നത് വൈജയന്തി താമസിക്കുന്ന വീട്ടിലെ ദൃശ്യങ്ങളാണ്. മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഹോം നേഴ്സ് അതെടുത്ത് വൈജയന്തിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. രാവിലത്തെ ചായ കുടിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിനരികെ ഇരിക്കുകയായിരുന്നു വൈജയന്തി. ശിവശങ്കരമേനോന്റെ പേര് ഡയലിൽ കണ്ട് വൈജയന്തി ചോദിച്ചു, എന്താ ശിവേട്ടാ രാവിലെ? നീ അറിഞ്ഞില്ലേ? അലീന പോയി ഇന്നലെ. അറിഞ്ഞു. നിന്റെ ശപഥം അങ്ങ് നിറവേറിയല്ലോ. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകരുതോ? ആ, പോകാൻ തയ്യാറായിരിക്കുകയാണ് ഞാൻ. ഹൗസ് ഓണറെ കണ്ട് വീട് ഒഴിയുകയാണെന്ന് ഞാൻ പറഞ്ഞു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു.
ഇനി ശിവേട്ടൻ ഇവിടെ വരെ ഒന്ന് വന്നാൽ മാത്രം മതി. ഞാൻ വരാനോ? അതെന്തിനാ? പിന്നെ ഞാൻ തനിച്ചങ്ങോട്ട് കയറി ചെല്ലണോ? അതൊരു ഭംഗികേടല്ലേ ശിവേട്ട? ശിവേട്ടൻ എന്നെ അവിടെ കൊണ്ടുവന്ന് വിടണം. ഞാൻ അങ്ങോട്ട് വിളിക്കാണ്ടിരിക്കുമ്പോഴാണ് ശിവേട്ടൻ്റെ കോൾ ഇങ്ങോട്ട് വരുന്നത്. അത് കൊള്ളാം. ഇപ്പം ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലോ? എനിക്ക് ധൃതിയൊന്നുമില്ല ശിവേട്ട. നാളെയോ മറ്റന്നാളോ പോയാൽ മതി. ഹൗസ് ഓണർക്ക് വീടിൻ്റെ താക്കോൽ ഞാൻ ഇതുവരെയും കൈമാറിയിട്ടില്ല. ആ, ഏതായാലും നീ ഒരുങ്ങിയിരിക്കുകയല്ലേ? ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം. ശിവേട്ടൻ വരണം. എനിക്ക് കാറില്ല. സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. ശരി, വരാം. വരുന്നെങ്കിൽ ഉടനെ വരണം. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് എനിക്കവിടെ എത്തണം. അത് പറ്റില്ലെങ്കിൽ വൈകുന്നേരമായാൽ മതി. കുഴപ്പമില്ല, രാവിലെ തന്നെ പോകാം. ഞാൻ വരാം. ആ ജോലി അങ്ങ് തീർത്തു വെക്കുന്നതാ എല്ലാവർക്കും നല്ലത്. 1 മണിക്കൂറിനുള്ളിൽ ശിവശങ്കര മേനോൻ കാറുമായിട്ടെത്തി. കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം ഹോം നേഴ്സ് റോഡരികിൽ എത്തിച്ചിരുന്നു. കാറിന്റെ ഡിക്കിയിലും ബാക്ക് സീറ്റിലുമായി അതെല്ലാം തിക്കിക്കൊള്ളിച്ചു. വൈജയന്തി ഫ്രണ്ട് സീറ്റിൽ കയറി. ഹോം നേഴ്സ് സാധന സാമഗ്രികൾക്കൊപ്പം ഞെങ്ങി ഞെരുങ്ങി ബാക്ക് സീറ്റിലിരുന്നു. ഹോം നേഴ്സിനെ ഒന്ന് നോക്കിയതിനു ശേഷം ശിവശങ്കര മേനോൻ വൈജയന്തിയോട് ചോദിക്കുകയാണ്, നീ ഇവളെ പറഞ്ഞയച്ചില്ലേ? ഇല്ല ശിവേട്ട, കുറച്ചു നാളത്തെ കൂടി ഇവളുടെ സഹായം എനിക്ക് വേണ്ടിവരും. ഇവളുടെ പേരെന്താണെന്നാ പറഞ്ഞത്? സുനിത. 15 മിനിറ്റിനകം കാറ് കടപ്പാട്ടൂരെത്തി. മുറ്റത്ത് കാറിന്റെ ഒച്ച കേട്ട് രോഹിത്തും കൃഷ്ണജയും ബബിതയും സിറ്റൗട്ടിൽ വന്ന് നോക്കി. ബാലചന്ദ്രമേനോൻ സിറ്റൗട്ടിലിരുന്ന് പത്രം വായിക്കുന്നുണ്ടായിരുന്നു. വൈജയന്തി കാറിൽ നിന്നും ഇറങ്ങി. ഊന്നുവടി നിലത്തൂന്നി അമ്മ നടക്കുന്നത് കണ്ടിട്ട് കൃഷ്ണജ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവൾ അമ്മയുടെ കൈക്ക് പിടിച്ച് സഹായിക്കുവാൻ തുനിഞ്ഞു. വേണ്ട വേണ്ട, കുറച്ച് പ്രയാസപ്പെട്ടാലും ശരി, തനിയെ നടന്ന് ശീലിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇത്രയും നാളും ആരുടെയും സഹായമൊന്നും ഇല്ലായിരുന്നല്ലോ. വൈജയന്തി തനിയെ സ്റ്റെപ്പുകൾ കയറി സിറ്റൗട്ടിലെത്തി. ബബിതയെയും രോഹിത്തിനെയും ഒന്ന് നോക്കി. അപ്പോൾ ബബിത പറയുകയാണ്, അമ്മ, ആ ഒടുവിൽ പറഞ്ഞ സെന്റൻസ് അതങ്ങ് ഒഴിവാക്കാമായിരുന്നു. എന്തിനാടി ഒഴിവാക്കുന്നത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? കാലും കൈയും ഒടിഞ്ഞ് ഒന്ന് എഴുന്നേൽക്കാനോ ഒന്ന് തിരിയാനോ പോലും കഴിയാതെ കിടന്ന ഈ അമ്മയെ ശുശ്രൂഷിക്കാൻ എൻ്റെ 3 മക്കളെയും ഞാൻ കണ്ടില്ല. ഞാൻ ആ കിടന്ന കിടപ്പിൽ ചത്തുപോയിക്കോളൂന്ന് എല്ലാവരും അങ്ങ് ആശ്വസിച്ചു. അത് കേട്ടുകൊണ്ട് ബബിത പിറുപിറുക്കുകയാണ്. കയ്യും കാലും ഒക്കെ ഒടിഞ്ഞെങ്കിലും നാക്കിന് മാത്രം ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇല്ലടി, ഒന്നിനും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഒടിഞ്ഞ എല്ലുകളൊക്കെ നല്ലതുപോലെ മുറി കൂടിയിട്ടുണ്ട്. അങ്ങനൊന്നും വൈജയന്തിയെ തോൽപ്പിക്കാൻ ദുർവിധിക്ക് പോലും പറ്റില്ല. കാലിന് ഇത്തിരി ബലക്കുറവുണ്ടെന്നേ ഉള്ളൂ. 1 മാസം കൊണ്ട് അതും അങ്ങ് ശരിയായിക്കോളും. വൈജയന്തി വീറോടെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് രോഹിത്ത് പറയുകയാണ്, എന്തായാലും അമ്മ തിരിച്ചുവരവ് ഗംഭീരമാക്കി. എന്താടാ നിനക്കൊരു പുച്ഛം? പുച്ഛമല്ല, അമ്മയുടെ ഡയലോഗ് കേട്ടിട്ട് അഭിനന്ദിച്ചതാണ്. ഉടനെ പുറകിൽ നിന്നുകൊണ്ട് ശിവശങ്കര മേനോൻ, മതി മതി, അകത്തോട്ടങ്ങ് ചെല്ല്. മകനെ നോക്കി ഒന്ന് മോളിയിട്ട് വൈജയന്തി ബാലചന്ദ്ര മേനോന്റെ മുഖത്തേക്ക് പാളി നോക്കി. എന്നിട്ട് പറയുകയാ, പത്രത്തിലാണ് കണ്ണ്. ഇവിടെ ആരെങ്കിലും വന്നെന്ന ഭാവം പോലുമില്ല. കണ്ടിട്ടും കാണാതെ കേട്ടിട്ടും കേൾക്കാതെയുള്ള ഇരിപ്പ്. അപ്പോൾ ശിവശങ്കര മേനോൻ ചോദിക്കുകയാണ്, ബാലചന്ദ്രൻ എന്താ ഇത്ര സൂക്ഷിച്ചൊരു പത്രം വായന? പിള്ളേര് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്ര മേനോൻ മുഖമുയർത്തി ഒരു ചെറിയ ചിരിയോടെ പറയുക, സ്വർണത്തിന്റെ വിലയെ താഴോട്ടാ. സ്വർണ്ണ വിപണിയിൽ ഭയങ്കര മാന്ദ്യമാണെന്ന്. എണ്ണ വിലയെ ആശ്രയിച്ചാണല്ലോ, അതോ ഡോളറിന്റെ വില കൂടിയത് കൊണ്ടാണോ? ആർക്കറിയാം. ബാലേന്ദ്ര മേനോൻ വീണ്ടും പത്രത്തിലേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു. തുടർന്ന് ശിവശങ്കര മേനോൻ രോഹിത്തിന്റെ മുഖത്ത് നോക്കി, രോഹിത്തെ, ആ കാറിനുള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി വെക്കാൻ നീയും കൂടി അവളെ ഒന്ന് സഹായിക്കേ. ഹോം നേഴ്സ് സാധനങ്ങൾ ഓരോന്നായി എടുത്ത് സിറ്റൗട്ടിലേക്ക് വെക്കുകയാണ്. രോഹിത്തും സഹായത്തിനു വേണ്ടി ഇറങ്ങിച്ചെന്നു. ആരോടോ ഉള്ള കുടിപ്പക തീർത്തതുപോലൊരു സംതൃപ്തിയോടെയാണ് വൈജയന്തി വീടിനുള്ളിലേക്ക് കയറി ചെന്നത്. അലീനയില്ലാത്ത വീട്. അവളെ ഇവിടുന്ന് നാട് കടത്തുന്നതിൽ ഒടുവിൽ താൻ വിജയിച്ചിരിക്കുന്നു. കുടുംബാന്തരീക്ഷം മൊത്തത്തിൽ മോശമല്ലെന്ന് വൈജയന്തിക്ക് തോന്നി. കുട്ടികൾക്കാർക്കും ദേഷ്യമൊന്നുമില്ല. വീടിനുള്ളിലേക്ക് കയറിയതിനു ശേഷം ശിവശങ്കര മേനോൻ ശാസനയോടെ വൈജയന്തിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ജയന്തി വന്ന് കയറിയപ്പോൾ തന്നെ പിള്ളേരോട് ആവശ്യമില്ലാത്ത സംസാരത്തിന് വേണ്ടി പോയത്? അതോ അത് ഞാൻ കുട്ടികളോടായിട്ട് പറഞ്ഞതല്ല. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിൽ ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ പത്രത്തിലോട്ട് തലയും കുനിച്ച്. വൈജയന്തി നാണം കെട്ട് തിരിച്ചു വരികയില്ലെന്നും വീറിനും വാശിക്കും ഒരു കുറവും വന്നിട്ടില്ലെന്നും എനിക്ക് അറിയിക്കണമായിരുന്നു. അങ്ങനെ അറിയിച്ചിട്ട് നിനക്കെന്താ ലാഭം? ഞാൻ തോറ്റിട്ടില്ലെന്ന് മനസ്സിലാക്കട്ടെ. നീ തോറ്റാലും ജയിച്ചാലും അയാൾക്കെന്താ? എനിക്കൊരു സംതൃപ്തിയുണ്ടല്ലോ ശിവേട്ട. ഇത്രയും പറഞ്ഞിട്ട് വൈജയന്തി ബെഡ്റൂമിന് നേർക്ക് നടന്നു നീങ്ങി. അത് അടഞ്ഞു കിടക്കുകയാണ്. റൂം തുറന്ന് താൻ അകത്തേക്ക് നോക്കി. എല്ലായിടവും വൃത്തിയായി കിടക്കുന്നു. ബെഡ്റൂമിൽ ചുളിവില്ലാത്ത വൃത്തിയുള്ള ഷീറ്റ്, അലക്കി തേച്ച പില്ലോ കവർ. അലമാരയും മേശയും പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ബാലേട്ടൻ്റെ ബെഡ്റൂം ഇപ്പോഴും മുകളിൽ തന്നെയാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഈ ബെഡ്റൂം ഉപയോഗിച്ചിട്ടില്ല. ബാലേട്ടൻ്റെതായ യാതൊന്നും ഇവിടെയില്ല. വൈജയന്തി പുറത്തേക്കിറങ്ങി മെല്ലെ കിച്ചണിലേക്കെത്തി. അവിടെ അവർ കണ്ടത് ആശ്ചര്യപ്പെടുത്തുന്നൊരു കാഴ്ചയായിരുന്നു.
ബബിതയും കൃഷ്ണജയും കൂടി ധൃതി പിടിച്ച് അടുക്കളപ്പണികൾ ചെയ്യുന്നു. കൃഷ്ണജ ഓംലറ്റ് ഉണ്ടാക്കുകയാണ്. ബബിത ക്യാരറ്റും ബീറ്റ്റൂട്ടും കൊത്തിയരിഞ്ഞ് തേങ്ങയും കൊത്തിയിട്ട് ഒരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നു. ചോറ് വാർക്കുവാൻ വെച്ചിരുന്നത് നിവർത്തി കൃഷ്ണജ ടിഫിൻ കാരിയറിൽ ചോറ് വിളമ്പി വെക്കുന്നു. നാക്കെടുത്താൽ തമ്മിൽ കുശുമ്പും വഴക്കുമുണ്ടായിരുന്ന ചേച്ചിയും അനിയത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞു ഓരോരോ ജോലി ക്ലീനായി ചെയ്തു തീർക്കുകയാണ്. അടുക്കളയാണെങ്കിൽ ഭയങ്കര വൃത്തി. എല്ലാം ഒന്ന് വീക്ഷിച്ചതിന് ശേഷം, അപ്പോൾ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്കിതൊക്കെ തനിയെ ചെയ്യാൻ അറിയാം അല്ലേ? അതിന് ബബിതയുടെ മറുപടി, അറിയില്ലായിരുന്നു, അലീന ചേച്ചി എല്ലാം പഠിപ്പിച്ചു. അത് കേട്ടപ്പോഴേക്കും വൈജയന്തിയുടെ മുഖം മങ്ങി. രോഹിയേട്ടാ, ബബിത ഉറക്ക വിളിക്കുകയാണ്. രോഹിത്ത് വിളി കേട്ടപ്പോൾ ഒന്നിങ്ങോട്ടൊന്ന് വന്നേ പ്ലീസ്. അല്പം കഴിഞ്ഞപ്പോഴേക്കും രോഹിത്ത് എത്തി. എന്തിനാ വിളിച്ചേ? എൻ്റെ യൂണിഫോം ഒന്ന് പ്രസ് ചെയ്ത് തരുമോ? സമയം പോയിട്ടാ പ്ലീസ്. എടി നേരത്തെ എഴുന്നേക്കണമായിരുന്നു. ഞാനിനി എപ്പോഴാ കുളിച്ച് ബാഗും അടുക്കി വല്ലതും കഴിച്ചുകൊണ്ട്? എൻ്റെ പൊന്നു രോഹിയേട്ടനല്ലേ, പ്ലീസ്. ബബിത കെഞ്ചുകയാണ്. അത് കേട്ടുകൊണ്ട് കൃഷ്ണച്ച കളിയാക്കി, ആ പ്ലീസിന് കുറച്ചുകൂടി നീളം കൂടാം. എന്തൊരു സോപ്പാ, നീ പോടി അവിടുന്ന്. ബബിത സ്റ്റൗ കെടുത്തിയിട്ട് ബാത്റൂമിലേക്ക് ഓടി. പിന്നീട് വൈജയന്തി നോക്കുമ്പോൾ രോഹിത്ത് മേശമേൽ ഷീറ്റ് വിരിച്ച് അതിൻ്റെ മീതെ ബബിതയുടെ യൂണിഫോം ഇലക്ട്രിക് തേപ്പ് വെട്ടി വെച്ച് പ്രസ് ചെയ്യുകയാണ്. കണ്ടാൽ മിണ്ടാത്ത ഏട്ടനും അനുജത്തിയും. കൃഷ്ണജയാണ് ഊണുമേശയിൽ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുന്നത്. അവൾ തന്നെ ടിഫിൻ കെട്ടിക്കഴിഞ്ഞിരുന്നു. അമ്മ ഇരുന്ന് കഴിച്ചു, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് ഓടി. രോഹിത്ത് തേച്ചെടുത്ത യൂണിഫോം ബബിതയുടെ മുറിയിൽ കൊണ്ടുവന്നിട്ടു. കൃഷ്ണജ അവളുടെ യൂണിഫോമും ഇട്ട് വന്നിരുന്ന് കഴിക്കുവാൻ തുടങ്ങി. കഴിച്ചു തീർന്നതും സ്കൂൾ ബസിന്റെ ഹോൺ കേട്ടു. അവൾ ചാടി എഴുന്നേറ്റ് കൈ കഴുകി തുടച്ചു. രോഹിയേട്ടാ ബൈ ബൈ, അമ്മേ ബൈ ബൈ. ഇത് പറഞ്ഞ് ബാഗും തൂക്കി അവൾ ഓട്ടം പിടിച്ചു. അവൾ മറന്നുവെച്ച ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ട് രോഹിത്ത് പിന്നാലെ ഓടി. അവൻ തിരികെ വന്നപ്പോൾ വൈജയന്തി ചോദിച്ചു, നിനക്ക് പോകണ്ടേ? രോഹിത്ത് ഒരു ചെറിയ ചിരിയോടുകൂടി പറയുകയാണ്, ഞാൻ സസ്പെൻഷൻ്റെ അല്ലേ. അപ്പോഴേക്കും ബബിത ഡ്രസ്സ് മാറിയെത്തി. അവൾ ടിഫിൻ ബോക്സ് മേശപ്പുറത്തു നിന്നും എടുത്തുകൊണ്ടുപോയി. അത് കണ്ടുകൊണ്ട് രോഹിത്ത് ചോദിക്കുകയാണ്, നീ കഴിക്കുന്നില്ലേ? സമയം പോയി രോഹിയേട്ടാ, എനിക്കിപ്പോൾ വേണ്ട. കഴിക്കാതെ പോവാണോ? ലേറ്റ് ആയാൽ പിന്നെ ഹെഡ് മിസ്ട്രസിന്റെ വായിൽ നിന്ന് നല്ല വഴക്ക് കേൾക്കണം. ബബിത നിലക്കണ്ണാടിക്ക് മുൻപിൽ ചെന്നു നിന്ന് മുടി ചീകുവാൻ തുടങ്ങി. രോഹിത്ത് ഒരു പ്ലേറ്റുമായി അവളെ സമീപിച്ചു. എന്നിട്ട് പറയാ, ദാ ഇത് തിന്നുകൊണ്ട് വല്ലതും ചെയ്, എൻ്റെ കൈ ഒഴിവില്ല, വേണ്ട പ്ലീസ്. രോഹിത്ത് ഓംലറ്റ് മുറിച്ച് ടോസ്റ്റ് ചെയ്ത 2 ബ്രെഡ് പീസുകൾക്കിടയിൽ വെച്ച് അവളുടെ വായ്ക്ക് നേരെ നീട്ടി. അവളത് കടിച്ചു മുറിച്ചെടുത്ത് ചവച്ചുകൊണ്ട് മുടി ചീകുന്നത് തുടർന്നു. ബ്രെഡ് പീസിന്റെ 3/4 ഭാഗത്തോളം കടിച്ചെടുത്തത് കണ്ടുകൊണ്ട് രോഹിത്ത് ചോദിക്കുക, ഇതെന്തുവാടി, ആനവായോ? അതിന് മറുപടി പറയാതെ മുടി ഒതുക്കിക്കൊണ്ട് അവൾ ബാഗ് അടുക്കുവാൻ വേണ്ടി ഓടി. രോഹിത്ത് പുറകെ ചെന്ന് വീണ്ടും ബ്രെഡും ഓംലറ്റും അവളുടെ വായ്ക്ക് നേരെ നീട്ടിക്കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടിയുള്ള ഒരുക്കത്തിനിടയിൽ 4 കഷ്ണം ബ്രെഡ് അവൾ അകത്താക്കി. എന്നിട്ട് താങ്ക്സ്, ബൈ, നന്ദി നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി തോളത്ത് ഒരടിയും കൊടുത്തിട്ട് ബബിത ബാഗും തോളിലേന്തി പുറത്തേക്ക് ഓടി. വൈജയന്തി ഇതെല്ലാം കണ്ടു വിശ്വസിക്കാനാവാതെ ഒരു കസേരയിലേക്കിരുന്നു.